എന്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയംഗമമായ സ്വാഗതവും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഔപചാരികമായ സ്വാഗതമൊക്കെ പറയേണ്ടത് സെക്രട്ടറിയാണ്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് വിളിക്കുകയാണ്. അദ്ദേഹത്തിന് ഒന്ന് ഇന്നിവിടെ പ്രധാനമന്ത്രി വരുന്നുണ്ട്. തൃശ്ശൂർക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഞാനൊന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ഒന്ന് വീഡിയോ കാൾ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ കാൾ എടുക്കാം, ഇല്ലെങ്കിൽ ഞാനിപ്പോ ഇതിൽ ഇടാം. അദ്ദേഹം ലൈനിലുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളെ ഡയസിലോട്ട് ക്ഷണിച്ചിരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അവരാദ്യം ഇപ്പം തിരുവനന്തപുരം റവന്യൂ ജില്ലയുടെ ഭാരവാഹികൾ, ഒരു പ്രസിഡന്റ്, നമ്മുടെ എല്ലാ കമ്മിറ്റിക്കും, വാർഡ് കമ്മിറ്റിക്കായിരുന്നാലും പഞ്ചായത്ത് കമ്മിറ്റിക്കായിരുന്നാലും മണ്ഡല കമ്മിറ്റിക്കായിരുന്നാലും ജില്ലാ കമ്മിറ്റിക്കായിരുന്നാലും 2 വൈസ് പ്രസിഡന്റുമാര്, പ്രസിഡന്റ് 2 വൈസ് പ്രസിഡന്റ്, 3 സെക്രട്ടറിമാര്, ഒരു സെക്രട്ടറി, സംഘടന ചുമതല, ഒരു ട്രഷറർ, ഇങ്ങനെ 7 പേരാണ് ഭാരവാഹികള്. അപ്പൊ സ്വാഗതം പറയുന്നതിന് മുന്നേ നമ്മുടെ 3 ജില്ലാ പ്രസിഡന്റുമാരെയും ജില്ലാ ഭാരവാഹികളെയും സംസ്ഥാന ഉദ്ഘാടകയും കൂടെ ആയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ജനറൽ ഷാളിട്ട് സ്വീകരിച്ച് ഈ ഡയസിലോട്ട് ഇരുത്തിയിട്ട് എല്ലാവർക്കും ഓരോ ഷാൾ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇരുത്തിരിക്കാം. നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ മീറ്റിംഗ് പോട്ടെ. സംസ്ഥാന സെക്രട്ടറി ജനറൽ, അതായത് പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത ടോപ്പ് എന്ന് പറയുന്ന ആള് ഒരു വനിതയാണ്. അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കാരെയാണ്. അപ്പൊ അവര് ഷാളിട്ട് സ്വീകരിച്ച് ഒരു ഡയസിലോട്ട് ഇരിക്കുക. രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ് ശ്രീ പുഷ്പകുമാർ അവർ, അദ്ദേഹം വളരെ കാലം ഗൾഫിലായിരുന്നു. അദ്ദേഹത്തിന് തടിമില്ലും മറ്റേ സ്പെയർ പാർട്സ് കടയും മെക്കാനിക്കൽ വർക്ക്ഷോപ്പും ഉള്ള ആളാണ്. പിന്നെ ജയലക്ഷ്മി അവരുടെ പാർട്ടിയുടെ പഴയ ആളാണ്. അതുകൊണ്ട് എനിക്ക് അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി കാര്യങ്ങൾ അറിഞ്ഞൂടാ. പഴയ നേരത്തെ ഉണ്ടായിരുന്ന ഈ സംഘടനാ ജില്ലയുടെ സെക്രട്ടറി ആയിരുന്നു പുഷ്പകുമാരൻ. അഡ്വക്കേറ്റ് അനു രഞ്ജിത്ത്, അദ്ദേഹം ഒരു ജഡ്ജിയുടെ തന്നെ മകനാണെന്നാണ് എനിക്കുള്ള അറിവ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വരും ദിവസങ്ങളിൽ എന്നെ പോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തെ പരിചയപ്പെടാം. അദ്ദേഹത്തെ ഹാർദവമായി ഞാൻ അടുത്ത സെക്രട്ടറി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ. 3 സെക്രട്ടറിമാരിൽ ഒരാളാണ് ഉണ്ണികൃഷ്ണൻ. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ പഴയ പ്രവർത്തകൻ, ഈ ജയലക്ഷ്മി അവരുടെ സഹോദരനും കൂടെയാണ്. പിന്നെ സാധാരണ ജില്ല എന്ന് പറയുമ്പോൾ നമ്മൾ റവന്യൂ ജില്ലയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ BJP ഇപ്പൊ സംഘടനാ ജില്ലയായിട്ട് തിരിച്ച് 5 മണ്ഡലങ്ങൾ ചേർന്ന് 2 നോർത്തും സൗത്തും 4 മണ്ഡലം ചേർന്ന് സിറ്റിയും, അതില് വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം എന്നീ 5 മണ്ഡലങ്ങൾ ചേരുന്നത് നോർത്ത് ജില്ല, അതായത് നമ്മളെ ഈ തിരുവനന്തപുരം ജില്ലയുടെ നോർത്ത് ഭാഗം വരുന്ന ജില്ലയായിട്ടാണ് കണക്കൂട്ടുന്നത്. ആ ജില്ലയ്ക്ക് പ്രത്യേകം കമ്മിറ്റി ഉണ്ട്. അത് സെപ്പറേറ്റ് അതത് സ്ഥലങ്ങളിൽ ഓഫീസൊക്കെ എടുത്ത് അവിടെ തന്നെ കൂടുന്നതുമാണ്. സിറ്റി ജില്ല അത് 4 മണ്ഡലം ചേർന്നതാണ്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം, വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം, നേമം നിയമസഭാ മണ്ഡലം, കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം, ഇങ്ങനെയുള്ള 4 മണ്ഡലങ്ങളുടെ ചേർന്നതാണ് സിറ്റി പ്രസിഡന്റ്. സിറ്റി പ്രസിഡന്റ് വേറെ പ്രത്യേകത ഉള്ളത്, BJPയുടെ സിറ്റി ജില്ലയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കരമന ജയൻ അവர்களാണ്. അദ്ദേഹം ഏറ്റവും സീനിയറായിട്ടുള്ള BJPയുടെ നേതാവാണ്. ND കൂടുമ്പോഴത്തേക്ക് സിറ്റി ജില്ല വിളിക്കുമ്പോൾ കരമന ജയന്റെ അടുത്ത് പോയി ഇരിക്കാൻ പറ്റിയ ഒരാള് തന്നെ പോയില്ലെങ്കിൽ അത് നമ്മുടെ പാർട്ടിക്ക് ക്ഷീണമായി മാറും. ഈ നമ്മുടെ സിറ്റി ജില്ലാ പ്രസിഡന്റായി നമ്മൾ ഇന്നിവിടെ ചാർജ് എടുക്കുന്നത് ശ്രീ സജിത് ജനതാലയം അവരാണ്. ജനതാലയം എന്ന് പറയുന്നത് ജനതാ പാർട്ടിയുടെ ആലയം, അതാണ്. അത് വീട്ടുപേരായി തന്നെ എടുക്കുകയാണ്. അതായത് ഇന്ത്യ മുഴുവൻ വരണം അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. അതായത് ശ്രീമതി രമ അവർ സ്വീകരിച്ച് ഡയസിലോട്ട് ഇരുത്തും. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ സമ്പാദിച്ച പൈസ മുഴുവൻ എടുത്ത് ചെലവാക്കി യാത്ര ചെയ്ത് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ്. നല്ല രീതിയിൽ വലിയ ഉദ്യോഗത്തിലിരുന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നല്ല ഒരു പോസ്റ്റിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു എല്ലാ തരത്തിലുള്ള ഒരു വലിയ പോസ്റ്റിലാണ് ഇരുന്നത്. അദ്ദേഹം വഴി അദ്ദേഹം തന്നെ സംസാരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞോളും. കോവളവും അരുവിക്കരയും കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും പാറശാലയും ഈ മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന സൗത്ത് ജില്ല, അതായത് തിരുവനന്തപുരം ജില്ലയുടെ സൗത്ത് ഭാഗം വരുന്ന ജില്ലയുടെ പ്രസിഡന്റായിട്ട് ശ്രീ MV ദേവരാജൻ അവരുടെ അദ്ദേഹത്തെ സാധനം ഞാൻ ക്ഷണിക്കുന്നു. വേദിയിലേക്ക് വരിക. രമ അവരുടെ സ്വീകരണം ഏറ്റുവായിക്കൊണ്ട് ഡയസിനെ ഇറങ്ങിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഈ ശാരീരിക ആവശ്യതയൊന്നും നോക്കണ്ട. ഇന്നലെ നോക്കിയപ്പോ പാലോടൊക്കെ പോകാൻ നമ്മുടെ കൂടെ വഴിയെടുത്ത് കൊണ്ടുപോകാനായിട്ട് ചുരുക്കൂടെ നാശം പോയ സ്ഥലങ്ങളിലെല്ലാം ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി, വയ്യാത്ത കാലം കൊണ്ട്
ശക്തമായിട്ട് പ്രവർത്തനം നടത്തുന്നത് ജനതാ പാർട്ടിയുടെ അതായത് ജനതാദളിന്റെയൊക്കെ സോഷ്യലിസ്റ്റുകളുടെ സോഷ്യലിസം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പ്രവർത്തനം എന്ന് പറയുന്നത് ഇടനെഞ്ചിൽ ഏറ്റുവാങ്ങി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ്. നിലവിലുള്ള മണ്ഡലം പ്രസിഡന്റുമാരെ പേര് ഞാൻ വായിക്കാം. വർക്കല ശ്രീ ജയസിംഹൻ അവർ, ജയസിംഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ശിവസേനയിലല്ലാതെ ഒരു പാർട്ടിയിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. ശിവസേനയുടെ വർക്കല നിയമസഭാ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ശിവസേനയുടെ ഒക്കെ അവിടുത്തെ ഇലക്ഷൻ മത്സരിക്കുന്ന ഒരു മുഖമായിരുന്നു അദ്ദേഹം. നമ്മളിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് അദ്ദേഹം വന്ന് വർക്കല നിയമസഭാ മണ്ഡലം ചാർജ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഭാവി നമുക്ക് സംഘടനയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഈ വർഷം എന്റെ വീടിന്റെ തൊട്ടത്തുള്ള ആളാണ്. എന്റെ മണ്ഡലത്തിന്റെ പ്രസിഡന്റാണ്. അപ്പൊ എന്റെ ഹോം മണ്ഡലം ഞാൻ പറഞ്ഞ പോലെ ഈ പാർട്ടിയുടെ കേരളത്തിലുള്ള ഏറ്റവും ഒരുപക്ഷെ നമ്മുടെ പാർട്ടിക്ക് ഇന്ത്യയിലുള്ളതിനുള്ള ഏറ്റവും മികച്ച മണ്ഡലമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പോയി കണ്ടിട്ട് പറഞ്ഞ് അത് മിക്കവാറും കോവളം മണ്ഡലമാകുമെന്ന് പറഞ്ഞു. ഞാൻ നമുക്കൊരു മത്സരം നടത്തി നോക്കാം എന്ന് പറഞ്ഞ് വെച്ചേക്കാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും. നമ്മളവിടെ എന്റെ പഞ്ചായത്തിലും എന്റെ വാർഡിലും വരെ കമ്മിറ്റിയിൽ എടുക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടാണ്ടിരിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിന്റെ സെക്രട്ടറി ആയിട്ട് മധുചേട്ടൻ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിന്റെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിന്റെ സെക്രട്ടറി 3 സെക്രട്ടറിയായിട്ട് ഒരാളാക്കുന്നു. അതിന് ചിറയൻകീഴ് മണ്ഡലം അതിന്റെ പ്രസിഡന്റ് ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ എന്ന് തന്നെ ഞാൻ പറയും. ഇല്ലാത്ത പൈസയൊക്കെ മുടക്കി ധനവും പ്രയത്നമൊക്കെ സംഭാവന ചെയ്ത് ദീർഘകാലം പ്രവർത്തിച്ച പാർട്ടിയെ ജനതാ പാർട്ടിയെ ഇടനെഞ്ചിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നടക്കുന്ന ശ്രീമതി റീന അനിൽ അവരുടെ ഞാൻ ഈ ചിറയൻകീഴ് മണ്ഡലം പ്രസിഡന്റ് ചാർജ് ഏറ്റെടുത്ത് ഇവിടെ അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങി തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പ്രസിഡന്റായി ശ്രീ രാജൻ കെ. അവർ ഈ ജനതാ പാർട്ടിക്ക് വേണ്ടി നടന്ന് ജയിലിൽ വരെ ആയിപ്പോയിട്ടുള്ള ആളാണ്. അതായത് ജനതാ പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്ത് ജയിൽ വാസം വരാൻ രക്ഷിച്ച ആളാണ്. അവ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ഒന്ന് ഇനിയും ഇറങ്ങി പോകുന്നതോടെ എന്നുള്ള രീതിയിൽ നോക്കുന്നത് ഞാൻ കണ്ട്. അപ്പൊ എന്തിനാ അദ്ദേഹം ശക്തമായിട്ട് പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിന് വേണ്ടുന്ന പ്രോത്സാഹനവും അദ്ദേഹത്തിന് വേണ്ടുന്ന സപ്പോർട്ടും ഒക്കെ കൊടുത്ത് ഞാൻ മുമ്പോട്ട് പോകും. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ ബിനുരാജ്, അദ്ദേഹം അണികളുള്ള ഒരു നേതാവാണ്. വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്ത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെയും ലിഫ്റ്റ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിയമമണ്ഡലത്തിന്റെ പ്രസിഡന്റ് ഒരു കഴക്കൂട്ടം മണ്ഡലം സജികുമാറോട് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്തോ തിരക്കാണ്. എത്തുന്ന രാവിലെ വിളിച്ചിട്ടുണ്ട്. സജികുമാർ എത്തുമ്പോഴത്തേക്ക് നമുക്ക് സ്വീകരിച്ചോളാം. സ്കൂളിൽ കുട്ടിയായിട്ട് എന്തോ കുഞ്ഞുമാര് പോയിരിക്കുകയാണ്. പോയിട്ട് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെള്ളാർ സുരേന്ദ്രൻ, അദ്ദേഹം കോവളം മണ്ഡലത്തിന്റെ പ്രസിഡന്റ്, കോവളം നിയമസഭാ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അദ്ദേഹം ഈ പറഞ്ഞ ഒരു നേതാവാണ്. അദ്ദേഹർക്ക് ജില്ലാ തലത്തിലൊക്കെ ഈ ജനതാ പരിവാറിൽ ജില്ലാ തലത്തിലൊക്കെ പല ഭാരവാഹിത്വങ്ങളും അലങ്കരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം നമുക്ക് കോവളം മണ്ഡലത്തിൽ നമുക്ക് മുതൽക്കൂട്ടായി മാറുന്നതായിട്ട് യാതൊരു സംശയമില്ല. അത് ഈ ഒരു മണ്ഡല പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹം കാണിച്ച സന്മനസ്സിന് കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അരുവിക്കര മണ്ഡലം ശ്രീ അജികുമാർ, അടുത്ത ദിവസങ്ങളിലൊക്കെ ശക്തമായ പ്രവർത്തനം നടത്താൻ വേണ്ടുന്ന ബാക്കിംഗ് എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അദ്ദേഹം ആത്മാർത്ഥയോടെ പ്രവർത്തിക്കാൻ എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കാട്ടാക്കട മണ്ഡലം കെ വിശ്വംഭരൻ അവരുടെ പ്രസിഡന്റ് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം പഴയ ജനതാ പാർട്ടിയുടെ കെ വിശ്വംഭരൻ അദ്ദേഹം പഴയ ഈ നമ്മുടെ പാർട്ടിയുടെ ജനതാദളിന്റെ ഒക്കെ മറ്റേ നേതൃസ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ്. നാട്ടില് ആളും പേരൊക്കെ ഉള്ള ആളാണ്. ഇന്നലെ നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിലും പോയിരുന്നു. അപ്പൊ അദ്ദേഹം വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് വിസ്മയം പ്രതീക്ഷിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നെയ്യാറ്റിൻകര ബർണാട് വന്നിട്ടുണ്ടോ? പഴയ MLA മകനാണ് അദ്ദേഹം. എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിനു വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ട്രഷറായിട്ട് അദ്ദേഹത്തിന് സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് നോക്കണം. വിക്ടർ, വട്ടിയൂർക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിട്ട് വിക്ടർ. ചെറിയൊരു മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനമൊക്കെ ഏറ്റെടുക്കാൻ ആള് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഇലക്ഷൻ റിസൾട്ട് ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ സുഹൃത്തുക്കള്. അപ്പൊ ബാക്കിയുള്ള ഷാൾ ഇടാത്ത എല്ലാവരും നേരിട്ട് വന്ന് ഷാൾ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കണം.
നമ്മുടെ ബാഡ്ജ് കുത്തുന്നതിന് പകരമാണ് ഷാൾ ഇടുന്നത്. എല്ലാവരും ഷാൾ ഇടണം. അന്നേരം ആരും ഊരി വയ്ക്കരുത്. ഷാൾ ഇട്ടുണ്ട് കരുത്തിലിട്ടുണ്ടെന്ന് ഇരിക്കണം. അപ്പോൾ എല്ലാവരും ഞാൻ പറയണം. മോളവാ ചേട്ടന് ആ മണ്ഡലത്തിന്റെ രാധാകൃഷ്ണൻ ചേട്ടൻ കോളം മണ്ഡലത്തിന്റെ ഒരു ഭാരവാഹിയാവും. അത് ഏത് വേണം അദ്ദേഹത്തിന്റെ ചോദിച്ചിട്ട് ചെയ്യാം. അതിന്റെ പ്രസിഡന്റിനോടൊപ്പം ഡിസ്കസ് ചെയ്തിട്ട് വൈസ് പ്രസിഡന്റോ ജോയിന്റ് സെക്രട്ടറിമാരിലോ ഒരാളോ ആയിട്ട് അദ്ദേഹം മാറും. അത് ഡിസ്കഷൻ നടന്നതിന് ശേഷം ഇന്ന് തന്നെ തീരുമാനിച്ചു വിടും. രാജി നെടുമങ്ങാട് മണ്ഡലത്തിലെ ശ്രീമതി രാജി. മോളെ പേര് ശ്രുതി. പിന്നെ നമ്മളെ പ്രവർത്തകർ ബാലസംഘത്തിന്റെ നേതൃത്വം കൊണ്ടുവരുന്നു. ബാലസംഘം ഉണ്ടാക്കിയിട്ട് മറ്റേ നമുക്ക് മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ഈ ബഹുജന സംഘടനകൾ ഒരുപാടാണ്. 20ഓളം എണ്ണമൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ഓരോന്നിനും ആളായി വരുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം പാർട്ടി സംഘടന സജ്ജമാക്കിയിട്ട് ബഹുജന സംഘടന പേര് സിന്ധു മണ്ഡലം വട്ടിയൂർക്കാവ് മണ്ഡലം. നമ്മളെ സെക്രട്ടറിയുടെ ഭാര്യയാണ്. സാധാരണ ഞാൻ പോലും ഭാര്യയെ കൊണ്ടുവന്നില്ല. ഞാനും ഇനി വരുന്ന ദിവസങ്ങളിൽ ഭാര്യയെ കൊണ്ടുവരും. ഇങ്ങനെ ഓരോരുത്തരും മത്സരിച്ച് ഭാര്യയെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കൊണ്ടുവരാതിരിക്കാൻ പറ്റും. അടുത്തന്നെ ഞാനും നോക്കിട്ട് പറ്റും. പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവരോട് ഏത് പാർട്ടി തിരഞ്ഞെടുക്കണമെന്ന്. ഭാര്യ മോളെ ഞാനൊന്ന് നിർബന്ധിച്ച് നോക്കട്ടെ. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാക്കി വരണം. വാ, നമ്മളിവിടെ മീറ്റിംഗ് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ബാഡ്ജ് കുത്തുന്നതിന് പകരമാണ്. സംസ്ഥാന സെക്രട്ടറി ജനറലിന് ഒരെണ്ണം കൊടുക്കണമല്ലോ. അത് തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു പൊന്നാട ഇട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ നമ്മളെ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അഭിപ്രായം ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ഷാളിന് കൊടുക്കാം. ശ്രീമതി പി ടി രമ അവர்கள் ഈ സാധാരണ ഒരു വലിയ നേതാവായി കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തനത്തിന് പോകില്ല. പക്ഷെ 24 മണിക്കൂറും പാർട്ടി കൊണ്ട് നടക്കുകയാണ്. ഒരു ഇപ്പോഴത്തെ കൺവെൻഷനിൽ പോലും പോയി രാത്രിയിൽ ഞാൻ പറയുമ്പോൾ ആലോചിച്ച് രാത്രിയിലെ ബസ് റൂട്ടുകളില്ലാത്തടത്താണ് വന്നിട്ട് ഇങ്ങനെ പോകുന്നത്. നമുക്ക് വളരെ പിന്തുണയും ശക്തമായ പ്രവർത്തനവും കാണിച്ച് മാതൃകാപരമായ പ്രവർത്തനം കാണിച്ചു കൊടുക്കുന്ന ഒരു സാധാരണ പ്രവർത്തകയും കേരളത്തിൽ തന്നെ നമ്മുടെ പാർട്ടിയുടെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടുള്ള പോസ്റ്റ് ഇരിക്കുന്ന ഒരു വനിതയാണ്. സാധാരണ ആരും വനിതയ്ക്ക് ഈ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള പോസ്റ്റ് കൊടുക്കില്ല. അപ്പൊ ആ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. അവരെ ഹാർദമായി ഞാൻ ഈ വേദിക്ക് അലങ്കാരമായി ഇരിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. മുകേഷ് വാ. എന്റെ സ്വന്തം പഞ്ചായത്ത് ഞാൻ ജില്ലാ പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ മാതൃക കാണിക്കേണ്ടത്. എന്റെ സ്വന്തം പഞ്ചായത്തിലും എന്റെ മണ്ഡലത്തിലും ഒക്കെ ഞാൻ ആദ്യം കമ്മിറ്റി എടുക്കേണ്ടത്. എന്റെ പഞ്ചായത്ത് പുളിമാത്ത് പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അവിടെ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ആയിക്കോളും. എന്റെ വാർഡിരിക്കുന്ന കമ്മിറ്റി, ആ കമ്മിറ്റി എന്റെ വീട്ടിൽ വെച്ച് വാർഡ് കമ്മിറ്റി വിളിച്ചു കൂട്ടും. ഒരു 15 ദിവസത്തിനകത്ത് ഞാൻ വിളിച്ചു കൂട്ടണമെന്ന് കാണിച്ചിട്ടുണ്ട്. കാര്യം ഒരു കൊച്ചു നോട്ടീസ് അടിച്ച് വീടിവിടെ അത്ര കൊണ്ട് കൊടുത്ത് തന്നെ വിളിക്കും. എന്തോറായാലും 100 പേര് എന്റെ വാർഡിൽ നമ്മുടെ പാർട്ടിയുടെ അണിയാൻ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് രഞ്ജിത്ത് ഒരു കൊച്ചണ്ണൻ നവരനാമത്തിലാണ് അറിയപ്പെടുന്നത്. ജില്ലാ കമ്മിറ്റിയിലേക്ക് സ്വീകരിച്ചിരുന്നു. ബാഡ്ജിന് പകരം ഉണ്ടാക്കാം ഇട്ടേക്കണം. നമ്മളെ ഈ കമ്മിറ്റി തീരുമ്പോഴാണ് ഇട്ടേക്കണം. പേര് പ്രശാന്ത്. അപ്പൊ നമ്മളെ വീട്ടിൽ തൊട്ടടുത്തുള്ള ആളാണ്. എപ്പോഴും പേര് വിളിക്കാത്തോട് വിട്ടുപോയതാണ്. എനിക്കൊരു പേര് നടക്കേണ്ടതാണ്. നമ്മള് ഇന്ന് അവരുടെ നമ്മുടെ ഒരു സ്വീകരണ ഏറ്റുവാങ്ങുന്നതിലേക്ക് വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സീനിയർ സോഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് വളരെ ആവേശത്തോടുകൂടി അദ്ദേഹത്തിന് 2 വാക്കുകൾ കേൾക്കുകയും വേണം. രമ അവരുടെ സ്വീകരിക്കും. നിയമമണ്ഡലം പ്രസിഡന്റ് രണ്ടോ മൂന്നോ മണ്ഡലം പ്രസിഡന്റുമാർ ഒഴിച്ച് ബാക്കി എല്ലാവരും എത്തിക്കഴിഞ്ഞു. വിശിഷ്ട അതിഥികൾക്കും ഹാളിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും സംഘടന എസ്റ്റേറ്റിന്റെ പേരിലും സ്വാഗതം അറിയിച്ചു. ഇങ്ങനെ പ്രവർത്തിക്കണം, പണ്ട് പ്രവർത്തിച്ചതൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയണം. ഞാൻ മുമ്പ് ഇതില് പ്രവർത്തിച്ചിട്ടുള്ളതാണ് നല്ല രീതിയിൽ. പിന്നെ ഇതിൽ നമ്മൾ കാര്യം എന്ന് വെച്ചാൽ പിണക്കങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഇതിൽ കൃത്യമായിട്ടും
നമ്മൾ ഇതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ഒരു പിണക്കങ്ങളും പാടില്ല. ഇത് നമ്മൾ കുറച്ച് ദിവസം നിന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിലൊരു ചെറിയ പിണക്കങ്ങളായി മാറി പിന്നെ അങ്ങനെ ഒരു ഇത് നമ്മളതിൽ വരാം. പിന്നെ നമ്മളതിൽ ഫണ്ട് ആവശ്യമാണ്. നമുക്കത് നമ്മൾ മുമ്പും ഫണ്ടിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഒരു ഇത് ഇല്ലാതെ നിൽക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യമാണ്. പിന്നെ നല്ല രീതിയിൽ ഈ ഇലക്ഷന് വേണ്ടി പ്രവർത്തിക്കുക. ഇത്ര മാത്രം പറഞ്ഞു. ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനറൽ, അതായത് സെക്രട്ടറിമാരുണ്ട്, സെക്രട്ടറിമാരുടെ ജനറലായിട്ടുള്ള സെക്കൻഡ് ഇൻ കമാൻഡ് പോസ്റ്റ് വഹിക്കുന്നത് രമ അവറുകളാണ്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സാഭിമാനം ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്നത്തെ, അതായത് 2026 മാർച്ച് മാസം 29-ാം തീയതി ഞായറാഴ്ച. സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കൂടുതൽ ശക്തിയും കരുത്തും ഉത്തേജനവും അതുപോലെ തന്നെ സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഇന്ന് ഈ വേദിയിലും സദസ്സിൽ ഇരിക്കുന്ന ഒട്ടനവധി പ്രമുഖരായ സോഷ്യലിസ്റ്റ് നേതാക്കളുടെ ഒരു സംഘമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മാഹാത്മ്യം എന്ത് എന്ന് നമുക്കറിയാം. എനിക്ക് മുന്നിലിരിക്കുന്ന ആദരണീയരായിട്ടുള്ള നേതാക്കന്മാർ അവരുടെ ജീവിതത്തിൽ ഒരു ജീവായുസ് മുഴുവൻ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തുകൊണ്ട് പ്രവർത്തന രംഗത്ത് തൻ്റെതായിട്ടുള്ള മികവും കഴിവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയും അവശത അനുഭവിക്കുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയും പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ വളരെ കാലമായി വീടുകളിൽ ഒരു പ്രവർത്തനത്തിനും പോകാതെ ഇരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റായിട്ട് ചാർജ് എടുത്ത ശ്രീ വിജേന്ദ്രകുമാർ എന്ന് പറയുന്ന ആ മഹത് വ്യക്തി ഇത്തരത്തിലുള്ള ആദ്യകാല സോഷ്യലിസ്റ്റുകളെ കാണുവാനും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുവാനും ഇത്തരത്തിലുള്ള ഒരു സംഘടനയിലേക്ക് കൊണ്ടുവരാനായിട്ടും കൂടുതൽ ആർജവും അതുപോലെ തന്നെ ഉത്സാഹവും കാണിച്ചത് നമ്മുടെ ആരാധ്യനായ ജില്ലാ പ്രസിഡന്റാണ്. ആചരിക്കാറുണ്ട്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എല്ലാ വർഷവും ജൂൺ മാസം 25-ാം തീയതി നമ്മൾ ആചരിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒത്തിരിയേറെ ക്ഷേമ പദ്ധതികളുണ്ട്. നമ്മൾ വരുന്ന തെരഞ്ഞെടുപ്പിനെ നാം അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കാരണം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ LDF സർക്കാർ, അതായത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 10 വർഷം കഴിഞ്ഞു. എല്ലാം ശരിയാക്കി നമ്മുടെ കേരളത്തെ ഇന്ന് കടക്കണിയിലാക്കിയിരിക്കുന്നു. അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനവും കടമെടുപ്പും കള്ളക്കടത്തും ഒക്കെയാണ് ഇവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഈ ഭരണം അല്ലെങ്കിൽ ഈ ദുർഭരണം കേരളത്തിൽ നിന്നും എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സാധിക്കണം. അതിന് നമ്മുടെ വിലയേറിയ വോട്ടുകളിലൂടെ മാത്രമേ ഈ ഭരണത്തെ തൂത്തെറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ബഹുമാന്യ അധ്യക്ഷൻ, മറ്റ് സുഹൃത്തുക്കളെ, സഖാക്കളെ, സഖാവ് എന്ന പദം കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലർ കണ്ണ് ചുളാം. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പദമാണ്. അല്ല, വരിക വരിക സഹചര്യ എന്ന് പാടിയ ആ കേരളത്തിന്റെ മഹാകവിയാണ് സഖാവ് എന്ന് പറഞ്ഞ ആ പദം ആദ്യമായിട്ട് ഇവിടെ കേരളത്തിൽ ഉപയോഗിച്ചു. ഇപ്പൊ സഖാക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും തുല്യതെന്നാണ്. ഞങ്ങൾ സോഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്പീഷ്യസ് ആണ്, പ്രത്യേക വർഗമാണ്. ഇതിൽ എത്ര പേര് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഈ ആശയത്തിന് ലോകത്തിന് വലിയൊരു സ്ഥാനം, 200 വർഷത്തെ പഴക്കമുണ്ട് ഈ ദർശനം. സോഷ്യലിസം, കമ്മ്യൂണിസം അല്ല, തെറ്റിദ്ധരിക്കുന്നു. വിശദമായ ചർച്ചയ്ക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നത്. ഭാരവാഹികൾ ഉൾപ്പെടെ സംസാരിക്കാം. ഓരോരുത്തരായിട്ട് പറയുക. ഞാനത് എഴുതി വെക്കാം. തീരുമാനം കൂടെ എഴുതിയിട്ട് നമുക്ക് പിരിയാം. ഇത് എഴുതും പറഞ്ഞോ. വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന നേതൃത്വങ്ങളെ മാന്യ വ്യക്തികൾ, ഞാൻ കോവളം മണ്ഡലത്തിലാണ് താമസം. എൻ്റെ പേര് വെള്ളാർ സുരേന്ദ്രൻ എന്നാണ്. വെള്ളാർ സുരേന്ദ്രൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ വെള്ളാറാണ് ഞാൻ താമസം.
അത് കോവളം മണ്ഡലത്തിൽ ഉൾപ്പെടും. ബംഗാനൂർ പഞ്ചായത്തിൻ്റെ 1ാമത്തെ വാർഡ്. ഞാൻ കുറേ നാളായി പല സംഘടനകളിലും ചില രാഷ്ട്രീയ സംഘടനകളിലും ഒക്കെയായി പ്രവർത്തിച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ജനതാദളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാനുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായി ജനതാദളിന്റെ സോഷ്യലിസ്റ്റ് വിഭാഗത്തിന്റെ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ്. കളക്ടറേറ്റിലെ കണക്ക് പ്രകാരം 604 കുടുംബങ്ങളുടെ ഭൂമിയാണ് ഏറ്റെടുത്തത്. 35 വർഷം കൊണ്ട് അവിടെ കൃഷിയില്ല. കാരണം കൃഷി ചെയ്യണമെങ്കിൽ വെള്ളായണി കായൽ വറ്റിക്കണം. അങ്ങനെയാണ് അവിടെ കൃഷി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ 35 വർഷം കൊണ്ട് കായൽ വറ്റിക്കുന്നില്ല. അതിന്റെ കരയിലുള്ള ആളുകൾക്ക് കൃഷി ചെയ്യാൻ നിവർത്തിയില്ല. കാരണം കായലിൽ വെള്ളം കയറുമ്പോൾ ഒരിടത്തിൽ വെള്ളം കയറും, പിന്നെ ഒരിടത്തിൽ കൃഷി ചെയ്യാൻ പറ്റില്ല. 2017 പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു കൂട്ടി. ആ യോഗം വിളിച്ചു കൂട്ടിയിട്ട് അടിയന്തരമായി ഈ കർഷകരുടെ ഭൂമിക്ക് നഷ്ടപരിഹാരവും അതിന്റെ വിലയും നൽകണമെന്ന് തീരുമാനിച്ചു. അതിനൊരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയാണ് അതിന്റെ ചെയർമാൻ. ബാക്കിയുള്ള വകുപ്പ് മന്ത്രിമാര്, അത് ജലസേചന വകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും എല്ലാ മന്ത്രിമാരും ഒക്കെ കൂടി ചേർന്നുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ പ്രശ്നം ഇന്നും പരിഹരിക്കാതെ കിടക്കും. അവിടെ ഉണ്ടായ പാടശേഖര കമ്മിറ്റി എന്ന് പറയുന്ന ചില കമ്മിറ്റിക്കാരാണ് അതിനകത്ത് കയറി വന്നു. ആ വന്നത് മുഴുവനും ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്. ഒന്ന് ലോഹിദാസിന്റെ ഭാര്യ അവര്, കോളിയിലുള്ളൊരു ഗോപി, അത് കല്ലിയൂർ പഞ്ചായത്തിന്റെ പാടശേഖരത്തിൽ വന്നത്. വെങ്ങാനൂർ പഞ്ചായത്തിന്റെ പാടശേഖര കമ്മിറ്റിയിൽ വന്നത് ശ്രീകുമാർ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ. അപ്പൊ ജമീല പ്രകാശും ഈ കോളിയൂർ ഗോപിയും ഒരു വശവും, ഇപ്പുറത്ത് ശ്രീകുമാർ. ആളുകൾ ഇവരെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെടുമ്പോൾ പിണറായി വിജയന്റെ സഖ്യകക്ഷികളും അടുത്തിരിക്കുന്ന ആളുകളും പെട്ടെന്ന് കാര്യം നടത്തുമെന്ന് പറഞ്ഞാണ് ഇവരെ തെരഞ്ഞെടുത്തത്. പക്ഷെ ഇവർ തെരഞ്ഞെടുത്തതിന് ശേഷമോ ഇവര് പിണറായി വിജയനോട് ഈ വിഷയം സംസാരിക്കാൻ ഭയം, അയാളെ മുഖത്ത് നോക്കാൻ ഭയം, സെക്രട്ടേറിയറ്റിൽ പോകാൻ ഭയം, ഈ പ്രശ്നം പരിഹരിക്കാൻ ഭയം. വിൻസെന്റ് MLA ഒരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടല്ലോ, വെള്ളായണി കായൽ പരിസരത്ത് കിടന്ന ആളുകളുടെ ആ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് എന്ത് തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ തീരുമാനമൊന്നും ആയില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ 6 കോടി രൂപ അനുവദിച്ചു. 6 കോടി. ഇപ്പൊ 6 കോടി രൂപ 65.5 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. തുക മാറ്റിവെക്കുകയും ചെയ്തു. 2 വർഷം കഴിഞ്ഞു, ഇതുവരെ കൊടുത്തില്ല. ഞാൻ ചില നിവേദനങ്ങളുമായി ഈ ഇവിടെയൊക്കെ കളക്ടറേറ്റിലും അവിടെയും സെക്രട്ടേറിയറ്റിലും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ അപേക്ഷ കൊടുത്തിട്ടും ഇതിന്റെ പരാതി പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടും നടപടിയില്ല. എസ്ഡിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമോ? ഇടപെടണം. എന്താണ് ഇടപെടണം? വേറെ ഒന്നും ചെയ്യണ്ട. ആദ്യമായി ഇപ്പോൾ ഒരു പത്രസമ്മേളനം SJD കേരള ഘടകമെന്നോ അല്ലെങ്കിൽ ജില്ലാ ഘടകമെന്നോ പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്താൻ, ഒരു പത്രസമ്മേളനം നടത്താൻ കഴിയുമെങ്കിൽ 604 കുടുംബങ്ങൾ ഉൾപ്പെടുന്ന ഈ ദുരന്ത കാര്യത്തിൽ നമ്മളിപ്പോ ഒന്നും ചെയ്യണ്ട. നമ്മൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങി വരുന്നു. ആ വിഷയത്തിൽ ഇതാ നമ്മൾ ചീഫ് സെക്രട്ടറിയെ കാണുന്നു, കളക്ടറെ കാണുന്നു, RDOയെ കാണുന്നു. ഇവരുടെയൊക്കെ മേശയ്ക്കകത്താണ് സംഭവം ഇരിപ്പത്. അപ്പൊ ആ
വിഷയത്തിൽ ശക്തമായ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ അതിലൊരു ഇടപെടൽ വേണം. ഒരു പത്രസമ്മേളനം നടത്തണം. SJD അതിലേക്ക് വന്നു. SJD ഈ വിഷയം ഈ അടുത്ത ഏത് മന്ത്രിസഭ വന്നിരുന്നാലും ആദ്യം പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയം ഇതാണെന്ന് അവർക്ക് തോന്നുന്നു. ആ തരത്തിലായിരിക്കണം ഇടപെടൽ. അപ്പൊ അങ്ങനെയുള്ള ചില സംഭവങ്ങളുമായി പ്രാദേശികമായോ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുകയും ബാക്കിയുള്ള നടപടിക്രമങ്ങളും പരിപാടികളും ഒക്കെ നിശ്ചയിച്ച് വളരെ വിശദമായ കാര്യങ്ങളോടുകൂടി മുന്നോട്ട് പോയാൽ ഈ സംഘടന SJD എന്ന് പറയുന്നത് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഘടനയായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാനൊരു സൗദി വർക്കറാണ്. ഇപ്പോൾ 20 കൊല്ലം കൊണ്ട് സൗദിയിലാണ്. ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സജി സാറിനെ വിളിക്കുകയും ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ചേട്ടനും കൂടെയാണ്. എൻ്റെ ചേട്ടൻ സജീവ പ്രവർത്തകരാണ്, രാധാകൃഷ്ണൻ. വർഷങ്ങളായി 50 വർഷമായി ഇതിൻ്റെ കൂടെ നടന്നിട്ട്. പിന്നെ ഈ സംഘടനയിൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാവണം. എന്ത് ഉണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഒരു വാട്സാപ്പിൽ കൂടി അതിൻ്റെതായ ഒരു വിവരങ്ങൾ നമ്മളെ അറിയിക്കണം. ആ സംഘടനാപരമായിട്ടുള്ള ഏത് കാര്യങ്ങളും ഒരു വാട്സാപ്പ് കൂട്ടായ്മയിൽ കൂടി എല്ലാവരെയും കൃത്യമായിട്ടും അത് ഓർമ്മപ്പെടുത്തണം. ഇന്ന ഇന്ന ദിവസങ്ങളിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നടത്തുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ മുൻപ് പന്തിയെടുത്ത് നടത്തി മുന്നോട്ട് പോകണം. രണ്ടാമത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മുടേതായ ഒരു സംഘടനയുടെ വിവരങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളിൽ എത്താനും അതിൻ്റെ ഒരു സംവിധാനങ്ങളും നമ്മുടെ ഈ സംഘടനയിൽ കൂടെ ഉണ്ടാവണം. തിരുവനന്തപുരം ജില്ലയുടെ ആരാധനായ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ശ്രീ പുഷ്പകുമാർ അവരുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമ്മുടെ സമയം എല്ലാം 4 മണിയായി. നിങ്ങളെല്ലാം നല്ല നല്ല പ്രസംഗങ്ങൾ കേട്ടു. എൻ്റെ ദൗത്യം കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഞാൻ നിർവഹിക്കുകയാണ്. ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകാത്ത പ്രശ്നം SJD ട്രിവാൻഡ്രം DC ഏറ്റെടുക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് പ്രസ് മീറ്റ് ഏകദിന ഉപവാസം മണ്ഡലം പ്രസിഡന്റ് വെള്ളാർ സുരേന്ദ്രൻ കായൽ തീരത്ത് ഫണ്ട് കളക്ഷൻ നടത്താൻ തീരുമാനിച്ചു. എന്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയംഗമായ സ്വാഗതവും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഔപചാരികമായി സ്വാഗതമൊക്കെ പറയേണ്ടത് സെക്രട്ടറിയാണ്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് വിളിക്കുകയാണ്. അദ്ദേഹത്തിന് ഒന്ന് എന്നിവിടെ പ്രധാനമന്ത്രി വരുന്നുണ്ട്. തൃശ്ശൂർക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഞാനൊന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ഒന്ന് വീഡിയോകൾ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോകൾ എടുക്കാം, ഇല്ലെങ്കിൽ ഞാനിപ്പോ ഇതിൽ വിടാം. അദ്ദേഹം ലൈനിലുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികള് ഡയസിലോട്ട് ക്ഷണിച്ചിരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അവരാദ്യം തിരുവനന്തപുരം റവന്യൂ ജില്ലയുടെ ഭാരവാഹികൾ, ഒരു പ്രസിഡന്റ്, നമ്മുടെ എല്ലാ കമ്മിറ്റിക്കും, വാർഡ് കമ്മിറ്റിക്കായിരുന്നാലും പഞ്ചായത്ത് കമ്മിറ്റിക്കായിരുന്നാലും മണ്ഡല കമ്മിറ്റിക്കായിരുന്നാലും ജില്ലാ കമ്മിറ്റിക്കായിരുന്നാലും 2 വൈസ് പ്രസിഡന്റുമാര്, പ്രസിഡന്റ്, 2 വൈസ് പ്രസിഡന്റ്, 3 സെക്രട്ടറിമാര്, ഒരു സെക്രട്ടറി, സംഘടന ചുമതല, ഒരു ട്രഷറർ, ഇങ്ങനെ 7 പേരാണ് ഭാരവാഹികള്. അപ്പൊ സ്വാഗതം പറയുന്നതിന് മുന്നേ നമ്മുടെ 3 ജില്ലാ പ്രസിഡന്റുമാരെയും ജില്ലാ ഭാരവാഹികളെയും സംസ്ഥാന ഉദ്ഘാടകയും കൂടെ ആയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ജനറൽ ഷാളിട്ട് സ്വീകരിച്ച് ഈ ഡയസിലോട്ട് ഇരുത്തിയിട്ട് എല്ലാവർക്കും ഓരോ ഷാൾ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാം. നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മളൊരു മീറ്റിംഗ് പോട്ടെ. സംസ്ഥാന സെക്രട്ടറി ജനറൽ, അതായത് പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത ടോപ്പ് എന്ന് പറയുന്ന ആള് ഒരു വനിതയാണ്. അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കാരിയാണ്. അപ്പൊ അവര് ഷാളിട്ട് സ്വീകരിച്ച് ഒരു ഡയസിലോട്ട് ഇരിക്കുക. രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ് ശ്രീ പുഷ്പകുമാർ അവർ, അദ്ദേഹം വളരെക്കാലം ഗൾഫിലായിരുന്നു. അദ്ദേഹത്തിന് തടിമില്ലും മറ്റേ എയർപോർട്ട്സ് കടയും മെക്കാനിക്കൽ വർക്ക്ഷോപ്പും ഉള്ള ആളാണ്. പിന്നെ ജയലക്ഷ്മി അവരുടെ പാർട്ടിയുടെ പഴയ ആളാണ്. അതുകൊണ്ട് എനിക്ക് അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി കാര്യങ്ങൾ അറിഞ്ഞൂടാ. നേരത്തെ ഉണ്ടായിരുന്ന
ഈ സംഘടനാ ജില്ലയുടെ സെക്രട്ടറി ആയിരുന്നു. പുഷ്പമാരട്ടൻ. അഡ്വക്കേറ്റ് അനു രഞ്ജിത്ത്, അദ്ദേഹം ഒരു ജഡ്ജിയുടെ തന്നെ മകനാണെന്നാണ് എനിക്കുള്ള അറിവ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വരും ദിവസങ്ങളിൽ എന്നെ പോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തെ പരിചയപ്പെടാം. അദ്ദേഹത്തെ ഹാർദവമായി ഞാൻ വേദനിക്കുന്നു. അടുത്ത സെക്രട്ടറി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ. 3 സെക്രട്ടറിമാരിൽ ഒരാളാണ് ഉണ്ണികൃഷ്ണൻ. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ പഴയ പ്രവർത്തകൻ ഈ ജയലക്ഷ്മി അവരുടെ സഹോദരനും കൂടെയാണ്. പിന്നെ സാധാരണ ജില്ല എന്ന് പറയുമ്പോൾ നമ്മൾ റവന്യൂ ജില്ലയാണ് നമ്മളെ മനസ്സിൽ വരുന്നത്. പക്ഷെ BJP ഇപ്പൊ സംഘടനാ ജില്ലയായിട്ട് തിരിച്ച് 5 മണ്ഡലങ്ങൾ ചേർന്ന് 2 നോർത്തും സൗത്തും 4 മണ്ഡലം ചേർന്ന് സിറ്റിയും. അതില് വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം എന്നീ 5 മണ്ഡലങ്ങൾ ചേരുന്നത് നോർത്ത് ജില്ല. അതായത് നമ്മളെ ഈ തിരുവനന്തപുരം ജില്ലയുടെ നോർത്ത് ഭാഗം വരുന്ന ജില്ലയായിട്ടാണ് കണക്കൂട്ടുന്നത്. ആ ജില്ലയ്ക്ക് പ്രത്യേകം കമ്മിറ്റി ഉണ്ട്. അത് സെപ്പറേറ്റ് അതത് സ്ഥലങ്ങളിൽ ഓഫീസും ഒക്കെ എടുത്ത് അവിടെ തന്നെ കൂടുന്നതുമാണ്. സിറ്റി ജില്ല അത് 4 മണ്ഡലം ചേർന്നതാണ്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം, വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം, നേമം നിയമസഭാ മണ്ഡലം, കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം, ഇങ്ങനെയുള്ള 4 മണ്ഡലങ്ങളുടെ ചേർന്നതാണ് സിറ്റി പ്രസിഡന്റ്. സിറ്റി പ്രസിഡന്റ് വേറെ പ്രത്യേകതയുള്ളത് BJPയുടെ സിറ്റി ജില്ലയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കരമന ജയൻ അവറുകളാണ്. അദ്ദേഹം ഏറ്റവും സീനിയറായിട്ടുള്ള BJPയുടെ നേതാവാണ്. ഈ NDA കൂടുമ്പോഴത്തേക്ക് സിറ്റി ജില്ല വിളിക്കുമ്പം കരമന ജയന്റെ അടുത്ത് പോയി ഇരിക്കാൻ പറ്റിയ ഒരാള് തന്നെ പോയില്ലെങ്കിൽ അത് നമ്മുടെ പാർട്ടിക്ക് ക്ഷീണമായി മാറും. ഈ നമ്മുടെ സിറ്റി ജില്ലാ പ്രസിഡന്റായി നമ്മൾ ഇന്നിവിടെ ചാർജ് എടുക്കുന്നത് ശ്രീ സജിത് ജനതാലയം അവരാണ്. ജനതാലയം എന്ന് പറയുന്നത് ജനതാ പാർട്ടിയുടെ ആലയം. അതാണ് അത് വീട്ടുപേരായി തന്നെ എടുക്കുകയാണ്. അതായത് ഇന്ത്യ മുഴുവൻ കാരണം അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. അതായത് ശ്രീമതി രമ അവർ സ്വീകരിച്ച് ഇരുത്തും. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ സമ്പാദിച്ച പൈസ മുഴുവൻ എടുത്ത് ചെലവാക്കി യാത്ര ചെയ്ത് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ്. നല്ല രീതിയിൽ വലിയ ഉദ്യോഗത്തിലിരുന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നല്ല ഒരു പോസ്റ്റിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു ജില്ലാ തലത്തിലുള്ള ഒരു വലിയ പോസ്റ്റിലാണ് ഇരുന്നത്. അദ്ദേഹം അദ്ദേഹം വഴി അദ്ദേഹം തന്നെ സംസാരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞോളും. കോവളവും അരുവിക്കരയും കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും പാറശാലയും ഈ മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളിൽ ചേരുന്ന സൗത്ത് ജില്ല, അതായത് തിരുവനന്തപുരം ജില്ലയുടെ സൗത്ത് ഭാഗം വരുന്ന ജില്ലയുടെ പ്രസിഡന്റായിട്ട് ശ്രീ MV ദേവരാജൻ അവരുടെ അദ്ദേഹത്തെ സാധനം ഞാൻ ക്ഷണിക്കുന്നു. വേദിയിലേക്ക് വരിക. രമ അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഡയസിനെ ഇറങ്ങിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഈ ശാരീരിക ആവശ്യതയൊന്നും നോക്കണ്ട. ഇന്നലെ നോക്കിയപ്പോ പാലോടൊക്കെ പോകാൻ നമ്മുടെ കൂടെ വഴിയെടുത്ത് കൊണ്ടുപോകാനായിട്ട് ചുരുക്കൂടെ നാശം പോയ സ്ഥലങ്ങളിലെല്ലാം ഇറങ്ങി വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി വയ്യാത്ത കാലം കൊണ്ട് ശക്തമായിട്ട് പ്രവർത്തനം നടത്തുന്നത് ജനതാ പാർട്ടിയുടെ അതായത് ജനതാദളിന്റെയൊക്കെ സോഷ്യലിസ്റ്റുകളുടെ സോഷ്യലിസം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പ്രവർത്തനം എന്ന് പറയുന്നത് ഇടതുപക്ഷ ഏറ്റുവാങ്ങി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ്. നിലവിലുള്ള മണ്ഡലം പ്രസിഡന്റുമാരെ പേര് ഞാൻ വായിക്കാം. വർക്കല ശ്രീ ജയസിംഹൻ അവർ. ജയസിംഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ശിവസേനയിലല്ലാതെ ഒരു പാർട്ടിയിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. ശിവസേനയുടെ വർക്കല നിയമസഭാ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ശിവസേനയുടെ ഒക്കെ അവിടുത്തെ ഇലക്ഷൻ മത്സരിക്കുന്ന ഒരു മുഖമായിരുന്നു അദ്ദേഹം. നമ്മളിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് അദ്ദേഹം വന്ന് വർക്കല നിയമസഭാ മണ്ഡലം ചാർജ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഭാവി നമുക്ക് സംഘടനയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. 7 വർഷം എന്റെ വീടിന്റെ തൊട്ടത്തുള്ള ആളാണ്. എന്റെ മണ്ഡലത്തിന്റെ പ്രസിഡന്റാണ്. അപ്പൊ എന്റെ ഹോം മണ്ഡലം ഞാൻ പറഞ്ഞ പോലെ ഈ പാർട്ടിയുടെ കേരളത്തിലുള്ള ഏറ്റവും ഒരുപക്ഷെ നമ്മുടെ പാർട്ടിക്ക് ഇന്ത്യയിലുള്ളതിനുള്ള ഏറ്റവും മികച്ച മണ്ഡലമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പോയി കണ്ടിട്ട് പറഞ്ഞ് അത് മിക്കവാറും കോവളം മണ്ഡലമാകുമെന്ന് പറഞ്ഞു. നമ്മൾ നമുക്കൊരു മത്സരം നടത്തി നോക്കാം എന്ന് പറഞ്ഞ് വെച്ചേക്കാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും. നമ്മളവിടെ എന്റെ പഞ്ചായത്തിലും എന്റെ വാർഡിലും വരെ കമ്മിറ്റികൾ എടുക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടാണ്ടിരിക്കുന്നത്. ആ നമ്മുടെ മണ്ഡലത്തിന്റെ സെക്രട്ടറി ആയിട്ട് മധുചേട്ടൻ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിന്റെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിന്റെ സെക്രട്ടറി 3 സെക്രട്ടറിയായിട്ട് ഒരാളാക്കുന്നു. അതിന് ചിറയൻകീഴ് മണ്ഡലം അതിന്റെ പ്രസിഡന്റ് ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ എന്ന് തന്നെ ഞാൻ പറയും. ഇല്ലാത്ത പൈസയൊക്കെ മുടക്കി ധനവും പ്രയത്നവും ഒക്കെ സംഭാവന ചെയ്ത് ദീർഘകാലം പ്രവർത്തിച്ച പാർട്ടിയെ ജനതാ പാർട്ടിയെ ഇടതു ജില്ലയിൽ വാങ്ങിക്കൊണ്ട് നടക്കുന്ന ശ്രീമതി റീന അനിൽ അവരുടെ
ഞാൻ ഈ ചിറങ്കീഴ് മണ്ഡലം പ്രസിഡന്റ് ചാർജ് ഏറ്റെടുത്ത് ഇവിടെ രമ അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങി ചാർജ് ഏറ്റെടുക്കാൻ. തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പ്രസിഡന്റായി ശ്രീ രാജൻ കെ. അവർ ഈ ജനതാ പാർട്ടിക്ക് വേണ്ടി നടന്ന് ജയിലിൽ വരെ ആയിപ്പോയിട്ടുള്ള ആളാണ്. അതായത് ജനതാ പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്ത് ജയിൽ വാസം വരാൻ എത്തിച്ച ആളാണ്. അവ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ഒന്ന് ഇനിയും ഇറങ്ങി പോകുന്നതാണ് എന്നുള്ള രീതിയിൽ നോക്കുന്നത് ഞാൻ കണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹം ശക്തമായിട്ട് പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിന് വേണ്ടുന്ന പ്രോത്സാഹനവും അദ്ദേഹത്തിന് വേണ്ടുന്ന സപ്പോർട്ടും ഒക്കെ കൊടുത്ത് ഞാൻ മുമ്പോട്ട് പോകും. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ ബിനുരാജ്, അദ്ദേഹം അണികളുള്ള ഒരു നേതാവാണ്. വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്ത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെയും ലിഫ്റ്റ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിയമമണ്ഡലത്തിന്റെ പ്രസിഡന്റ് ഒരു കഴക്കൂട്ടം മണ്ഡലം സജികുമാർ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്തോ തിരക്കാണ്. എത്തുന്ന രാവിലെ വിളിച്ചിട്ടുണ്ട്. സജികുമാർ എത്തുമ്പോഴത്തേക്ക് നമുക്ക് സ്വീകരിച്ചോളാം. സ്കൂളിൽ കുട്ടിയായിട്ട് എന്തോ കുഞ്ഞുമാര് പോയിരിക്കുകയാണ്. പോയിട്ട് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെള്ളാർ സുരേന്ദ്രൻ, അദ്ദേഹം കോവളം മണ്ഡലത്തിന്റെ പ്രസിഡന്റ്, കോവളം നിയമസഭാ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അദ്ദേഹം ഈ പറഞ്ഞ ഒരു നേതാവാണ്. അദ്ദേഹം ജില്ലാ തലത്തിലൊക്കെ ഈ ജനതാ പരിവാറിൽ ജില്ലാ തലത്തിലൊക്കെ പല ഭാരവാഹിത്വങ്ങളും അലങ്കരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം നമുക്ക് കോവളം മണ്ഡലത്തിൽ നമുക്ക് മുതൽക്കൂട്ടായി മാറുന്നതിൽ യാതൊരു സംശയമില്ല. അത് ഈ ഒരു മണ്ഡല പ്രസിദ്ധസ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹം കാണിച്ച സന്മനസ്സിന് കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അരുവിക്കര മണ്ഡലം ശ്രീ അജികുമാർ, അടുത്ത ദിവസങ്ങളിലൊക്കെ ശക്തമായ പ്രവർത്തനം നടത്താൻ വേണ്ടുന്ന ബാക്കിംഗ് എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അദ്ദേഹം ആത്മാർത്ഥയോടെ പ്രവർത്തിക്കാൻ എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കാട്ടാക്കട മണ്ഡലം കെ വിശ്വംഭരൻ അവരുടെ പ്രസിഡന്റ് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം പഴയ ജനതാ പാർട്ടിയുടെ കെ വിശ്വംഭരൻ അദ്ദേഹം പഴയ ഈ നമ്മുടെ പാർട്ടിയുടെ ജനതാദളിന്റെ ഒക്കെ മറ്റേ നേതൃസ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ്. നാട്ടില് ആളും പേരും ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ ഇന്നലെ നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിലും പോയിരുന്നു. അപ്പൊ അദ്ദേഹം വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് വിസ്മയങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നെയ്യാറ്റിൻകര ബർണാട് വന്നിട്ടുണ്ടോ? പഴയ MLA മകനാണ് അദ്ദേഹം. എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിനു വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ട്രഷറായിട്ട് അദ്ദേഹത്തിന് സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം കമ്മിറ്റിയുടെ ട്രഷറർ പ്രസിഡന്റ് നോക്കണം. വിക്ടർ, വട്ടിയൂർക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിട്ട് വിക്ടർ. ചെറിയൊരു മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനമൊക്കെ ഏറ്റെടുക്കാനുള്ള ആള് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഇലക്ഷൻ റിസൾട്ട് ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് സുഹൃത്തുക്കള്. അപ്പൊ ബാക്കിയുള്ള ഷാൾ ഇടാത്ത എല്ലാവരും നേരിട്ട് വന്ന് ഷാൾ ഇട്ടുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കണം. നമ്മുടെ ബാഡ്ജ് കുത്തുന്നതിന് പകരമാണ് ഷാൾ ഇടുന്നത്. എല്ലാവരും ഷാൾ ഇടണം. അന്നേരം ആരും വീട് വയ്ക്കരുത്. ഷാൾ ഇട്ടുണ്ട് കരുത്തിലിട്ടുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പൊ എല്ലാവരും ഞാൻ പറയണം. പോവാ ചേട്ടന് ആ മണ്ഡലത്തിന്റെ രാധാകൃഷ്ണൻ ചേട്ടൻ കോവളം മണ്ഡലത്തിന്റെ ഒരു ഭാരവാഹിയാവും. അത് ഏത് വേണം അദ്ദേഹത്തിന്റെ ചോദിച്ചിട്ട് ചെയ്യാം. അതിന്റെ പ്രസിഡന്റിനോടൊപ്പം ഡിസ്കസ് ചെയ്തിട്ട് വൈസ് പ്രസിഡന്റോ ജോയിന്റ് സെക്രട്ടറിമാരിലോ ഒരാളോ ആയിട്ട് അദ്ദേഹം മാറും. അത് ഡിസ്കഷൻ നടന്നതിന് ശേഷം ഇന്ന് തന്നെ തീരുമാനിച്ചു. രാജി മണ്ഡലം നെടുമങ്ങാട് മണ്ഡലത്തിലെ ശ്രീമതി രാജി. മോളവൻ ശ്രുതി. പിന്നെ നമ്മുടെ പ്രവർത്തകരുടെ ബാലസംഘത്തിന്റെ നേതൃത്വം കൊണ്ടുവരുന്നു. ബാലസംഘം ഉണ്ടാക്കിയിട്ട് മറ്റേ നമുക്ക് മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ഈ ബഹുജന സംഘടനകൾ ഒരുപാടാണ്. 20ഓളം എണ്ണമൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ഓരോന്നിനും ആളായി വരുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം പാർട്ടി സംഘടന സജ്ജമാക്കിയിട്ട് ബഹുജന സംഘടന പേര് സിന്ധു മണ്ഡലം വട്ടിയൂർക്കാവ് മണ്ഡലം നമ്മുടെ സെക്രട്ടറിയുടെ ഭാര്യയാണ്. സാധാരണ ഞാൻ പോലും ഭാര്യയെ കൊണ്ടുവന്നില്ല. ഞാനും ഇനി വരും ദിവസങ്ങളിൽ ഭാര്യയെ കൊണ്ടുവരും. ഇങ്ങനെ ഓരോരുത്തരും മത്സരിച്ച് ഭാര്യയെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കൊണ്ടുവരാതിരിക്കാൻ പറ്റും. അടുത്ത ഞാനും നോക്കിട്ട് പറ്റും. പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവരോട് ഏത് പാർട്ടി തിരഞ്ഞെടുക്കണമെന്ന്. ഭാര്യ മോളെ ഞാനൊന്ന് നിർബന്ധിച്ച് നോക്കട്ടെ. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാക്കി വരണം. വാ, നമ്മളിവിടെ മീറ്റിംഗിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ബാഡ്ജ് കുത്തുന്നതിന് പകരമാണ്.
സംസ്ഥാന സെക്രട്ടറി ജനറലിന് ഒരെണ്ണം കൊടുക്കണമല്ലോ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു പൊന്നാടായിട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇപ്പം നമ്മളെ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അഭിപ്രായിക്കുന്നുണ്ട് ഒരു ചെറിയ ഷാണ്ട് കൊടുക്കാം. ശ്രീമതി പി ടി രമ അവர்கள் ഈ സാധാരണ ഒരു വലിയ നേതാവായി കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തനത്തിന് പോകില്ല. പക്ഷെ 24 മണിക്കൂറും പാർട്ടി പറഞ്ഞ് നടക്കുകയാണ്. ഒരു ഇപ്പോഴത്തെ കൺവെൻഷനിൽ പോലും പോയി രാത്രിയിൽ ഞാൻ പലപ്പോഴും ആലോചിച്ച് രാത്രിയൊക്കെ ബസ് റൂട്ടുകളില്ലാത്തടത്താണ് വന്നിട്ട് ഇങ്ങനെ പോകുന്നത്. നമുക്ക് വളരെ പിന്തുണയും ശക്തമായ പ്രവർത്തനവും കാണിച്ച് മാതൃകാപരമായ പ്രവർത്തനം കാണിച്ചു കൊടുക്കുന്ന ഒരു സാധാരണ പ്രവർത്തകയും കേരളത്തിൽ തന്നെ നമ്മുടെ പാർട്ടിയുടെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടുള്ള പോസ്റ്റ് ഇരിക്കുന്ന ഒരു വനിതയാണ്. സാധാരണ ആരും വനിതയ്ക്ക് ഈ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള പോസ്റ്റ് കൊടുക്കില്ല. അപ്പൊ ആ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. അവരെ ഹാർദമായി ഞാൻ ഈ വേദിക്ക് അലങ്കാരമായി ഇരിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. മുകേഷ് വാ. എന്റെ സ്വന്തം പഞ്ചായത്ത് ഞാൻ ജില്ലാ പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ ഞാൻ മാതൃക കാണിക്കണ്ടേ? എന്റെ സ്വന്തം പഞ്ചായത്തിലും എന്റെ മണ്ഡലത്തിലും അല്ലേ ഞാൻ ആദ്യം കമ്മിറ്റി എടുക്കേണ്ടത്. എന്റെ പഞ്ചായത്ത് പുളിമാത്ത് പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അവിടെ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ആയിക്കോളും. എന്റെ വാർഡിരിക്കുന്ന കമ്മിറ്റി, ആ കമ്മിറ്റി എന്റെ വീട്ടിൽ വെച്ച് വാർഡ് കമ്മിറ്റി വിളിച്ചു കൂട്ടും. ഒരു 15 ദിവസത്തിനകത്ത് ഞാൻ വിളിച്ചു കൂട്ടണമെന്ന് കാണിച്ചിട്ടുണ്ട്. കാര്യം ഒരു കൊച്ചു നോട്ടീസ് അടിച്ച് വീടിന്റെ അത്ര കൊണ്ട് കൊടുത്ത് തന്നെ വിളിക്കും. എന്തോളം 100 പേര് എന്റെ വാർഡിൽ നമ്മുടെ പാർട്ടിയുടെ അണിയാൻ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് രഞ്ജിത്ത് ഒരു കൊച്ചനെന്ന നഗരനാമത്തിലാണ് അറിയപ്പെടുന്നത്. ജില്ലാ കമ്മിറ്റിയിലേക്ക് സ്വീകരിച്ചിരുന്നു. ബാക്കിന് പകരം ഇട്ടേക്കണം. നമ്മുടെ ഈ കമ്മിറ്റി തീരുമ്പോൾ ഇട്ടേക്കണം. പേര് പ്രശാന്ത് നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ആളാണ്. എപ്പോഴും പേര് വിളിക്കാത്തോണ്ട് വിട്ടുപോയതാണ്. എനിക്ക് അവരുടെ പേര് നടക്കേണ്ടതാണ്. അപ്പൊ നമ്മള് ഇന്ന് അവരുടെ നമ്മുടെ ഒരു സ്വീകരണ ഏറ്റുവാങ്ങുന്നതിലേക്ക് വേണ്ടി സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. സീനിയർ സോഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് വളരെ ആവേശത്തോടുകൂടി അദ്ദേഹത്തിന് 2 വാക്കുകൾ കേൾക്കുകയും വേണം. രമ അവരുടെ സ്വീകരിക്കും. നിയമമണ്ഡലം പ്രസിഡന്റ് രണ്ടോ മൂന്നോ മണ്ഡലം പ്രസിഡന്റുമാർ ഒഴിച്ച് ബാക്കി എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇരിക്കുന്ന വിശിഷ്ട അതിഥികൾക്കും ഹാളിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും സംഘടന സ്റ്റേജിന്റെ പേരിലും സ്വാഗതം അറിയിച്ചു. ഇങ്ങനെ പ്രവർത്തിക്കണം, പണ്ട് പ്രവർത്തിച്ചതൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയണം. ഞാൻ മുമ്പ് ഇതില് പ്രവർത്തിച്ചിട്ടുള്ളതാണ് നല്ല രീതിയിൽ. പിന്നെ ഇതില് നമ്മൾ കാര്യം എന്ന് വെച്ചാൽ പിണക്കങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഇതില് കൃത്യമായിട്ടും നമ്മൾ ഇതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ഒരു പിണക്കങ്ങളും പാടില്ല. ഇത് നമ്മൾ കുറച്ച് ദിവസം നിന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിലൊരു ചെറിയ പിണക്കങ്ങളായി മാറി പിന്നെ അങ്ങനെ ഒരു ഇത് നമ്മളതിൽ വരാം. പിന്നെ നമ്മളതിൽ ഫണ്ട് ആവശ്യമാണ്. നമുക്കത് നമ്മൾ മുമ്പും ഫണ്ടിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഒരു ഇത് ഇല്ലാതെ നിൽക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യമാണ്. പിന്നെ നല്ല രീതിയിൽ ഈ ഇലക്ഷന് വേണ്ടി പ്രവർത്തിക്കുക. ഇത്ര മാത്രം പറഞ്ഞു. ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനറൽ, അതായത് സെക്രട്ടറിമാർ വേറെ ഉണ്ട്, സെക്രട്ടറിമാരുടെ ജനറലായിട്ടുള്ള സെക്കൻഡ് ഇൻ കമാൻഡ് പോസ്റ്റ് വഹിക്കുന്നത് രമ അവറുകളാണ്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സാഭിമാനം ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്നത്തെ, അതായത് 2026 മാർച്ച് മാസം 29-ാം തീയതി ഞായറാഴ്ച. സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കൂടുതൽ ശക്തിയും കരുത്തും ഉത്തേജനവും അതുപോലെ തന്നെ സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഇന്ന് ഈ വേദിയിലും സദസ്സിൽ ഇരിക്കുന്ന ഒട്ടനവധി പ്രമുഖരായ സോഷ്യലിസ്റ്റ് നേതാക്കളുടെ ഒരു സംഘമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മാഹാത്മ്യം എന്ത് എന്ന് നമുക്കറിയാം. എനിക്ക് മുന്നിലിരിക്കുന്ന ആദരണീയരായിട്ടുള്ള നേതാക്കന്മാർ അവരുടെ ജീവിതത്തിൽ ഒരു ജീവായുസ് മുഴുവൻ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തുകൊണ്ട് പ്രവർത്തന രംഗത്ത് തൻ്റെതായിട്ടുള്ള മികവും കഴിവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയും അവശത അനുഭവിക്കുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ടിയും
അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ വളരെ കാലമായി വീടുകളിൽ ഒരു പ്രവർത്തനത്തിനും പോകാതെ ഇരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റായിട്ട് ചാർജ് എടുത്ത ശ്രീ വിജേന്ദ്രകുമാർ എന്ന് പറയുന്ന ആ മഹത് വ്യക്തി ഇത്തരത്തിലുള്ള ആദ്യകാല സോഷ്യലിസ്റ്റുകളെ കാണുവാനും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുവാനും ഇത്തരത്തിലുള്ള ഒരു സംഘടനയിലേക്ക് കൊണ്ടുവരാനായിട്ടും കൂടുതൽ ആർജവും അതുപോലെ തന്നെ ഉത്സാഹവും കാണിച്ചത് നമ്മുടെ ആരാധ്യനായ ജില്ലാ പ്രസിഡന്റാണ്. ആചരിക്കാറുണ്ട്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എല്ലാ വർഷവും ജൂൺ മാസം 25-ാം തീയതി നമ്മൾ ആചരിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒത്തിരിയേറെ ക്ഷേമ പദ്ധതികളുണ്ട്. നമ്മൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ നാം അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കാരണം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ LDF സർക്കാർ, അതായത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 10 വർഷം കഴിഞ്ഞു. എല്ലാം ശരിയാക്കി നമ്മുടെ കേരളത്തെ ഇന്ന് കടക്കണിയിലാക്കിയിരിക്കുന്നു. അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനവും കടമെടുപ്പും കള്ളക്കടത്തും ഒക്കെയാണ് ഇവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഈ ഭരണം അല്ലെങ്കിൽ ഈ ദുർഭരണം കേരളത്തിൽ നിന്നും എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സാധിക്കണം. അതിന് നമ്മുടെ വിലയേറിയ വോട്ടുകളിലൂടെ മാത്രമേ ഈ ഭരണത്തെ തൂത്തെറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ബഹുമാന്യ അധ്യക്ഷൻ, മറ്റ് സുഹൃത്തുക്കളെ, സഖാക്കളെ, സഖാവ് എന്ന പദം കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലർ കണ്ണ് ചുളാം. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പദമാണ്. അല്ല, വരിക വരിക സഹചര്യ എന്ന് പാടിയ ആ കേരളത്തിന്റെ മഹാകവിയാണ് സഖാവ് എന്ന് പറഞ്ഞ ആ പദം ആദ്യമായിട്ട് ഇവിടെ കേരളത്തിൽ ഉപയോഗിച്ചു. ഇപ്പൊ സഖാക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും തുല്യമെന്നാണ്. ഞങ്ങൾ സോഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്പീഷ്യസ് ആണ്, പ്രത്യേക വർഗമാണ്. ഇതിൽ എത്ര പേര് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഈ ആശയത്തിന് ലോകത്തിന് വലിയൊരു സ്ഥാനം, 200 വർഷത്തെ പഴക്കമുണ്ട് ഈ ദർശനം. സോഷ്യലിസം കമ്മ്യൂണിസം അല്ല, തെറ്റിദ്ധരിക്കുന്നു. വിശദമായ ചർച്ചയ്ക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നത്. ഭാരവാഹികൾ ഉൾപ്പെടെ സംസാരിക്കാം. ഓരോരുത്തരായിട്ട് പറയുക. ഞാനത് എഴുതി വെക്കാം. തീരുമാനം കൂടെ എഴുതിയിട്ട് നമുക്ക് പിരിയാം. ഇത് എഴുതും പറഞ്ഞോ. വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന നേതൃത്വങ്ങളെ, മാന്യ വ്യക്തികൾ, ഞാൻ കോവളം മണ്ഡലത്തിലാണ് താമസം. എൻ്റെ പേര് വെള്ളാർ സുരേന്ദ്രൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ വെള്ളാറാണ് ഞാൻ താമസം. അത് കോവളം മണ്ഡലത്തിൽ ഉൾപ്പെടും. ബംഗാനൂർ പഞ്ചായത്തിൻ്റെ 1ാമത്തെ വാർഡ്. ഞാൻ കുറേ നാളായി പല സംഘടനകളിലും ചില രാഷ്ട്രീയ സംഘടനകളിലും ഒക്കെയായി പ്രവർത്തിച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ജനതാദളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാനുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായി ജനതാദളിന്റെ സോഷ്യലിസ്റ്റ് വിഭാഗത്തിന്റെ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ്. കളക്ടറേറ്റിലെ കണക്ക് പ്രകാരം 604 കുടുംബങ്ങളുടെ ഭൂമിയാണ് ഏറ്റെടുത്തത്. 35 വർഷം കൊണ്ട് അവിടെ കൃഷിയില്ല. കാരണം കൃഷി ചെയ്യണമെങ്കിൽ വെള്ളായണി കായൽ വറ്റിക്കണം. അങ്ങനെയാണ് അവിടെ കൃഷി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ 35 വർഷം കൊണ്ട് കായൽ വറ്റിക്കുന്നില്ല. അതിന്റെ കരയിലുള്ള ആളുകൾക്ക് കൃഷി ചെയ്യാൻ നിവർത്തിയില്ല. കാരണം കായലിൽ വെള്ളം കയറുമ്പോൾ ഒരിടത്തിലും വെള്ളം കയറും, പിന്നെ ഒരിടത്തിൽ കൃഷി ചെയ്യാൻ പറ്റില്ല. 2017 പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു കൂട്ടി. ആ യോഗം വിളിച്ചു കൂട്ടിയിട്ട് അടിയന്തരമായി ഈ കർഷകരുടെ ഭൂമിക്ക് നഷ്ടപരിഹാരവും അതിന്റെ വിലയും നൽകണമെന്ന് തീരുമാനിച്ചു. അതിനൊരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയാണ്
അതിന്റെ ചെയർമാൻ. ബാക്കിയുള്ള വകുപ്പ് മന്ത്രിമാര്, അത് ജലസേചന വകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും എല്ലാ മന്ത്രിമാരും ഒക്കെ കൂടി ചേർന്നുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ പ്രശ്നം ഇന്നും പരിഹരിക്കാതെ കിടക്കും. അവിടെ ഉണ്ടായ പാടശേഖര കമ്മിറ്റി എന്ന് പറയുന്ന ചില കമ്മിറ്റിക്കാരാണ് അതിനകത്ത് കാര്യമുണ്ട്. ആ വന്നത് മുഴുവനും ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്. ഒന്ന് ലോഹിദാസിന്റെ ഭാര്യ അവര്, കോളിയിലുള്ളൊരു ഗോപി, അത് കല്ലിയൂർ പഞ്ചായത്തിന്റെ പാടശേഖരത്തിൽ വന്നത്. വെങ്ങാനൂർ പഞ്ചായത്തിന്റെ പാടശേഖര കമ്മിറ്റിയിൽ വന്നത് ശ്രീകുമാർ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ. അപ്പൊ ജമീല പ്രകാശും ഈ കോളിയൂർ ഗോപിയും ഒരുവശവും, ഇപ്പുറത്ത് ശ്രീകുമാർ. ആളുകൾ ഇവരെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ, ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെടുമ്പോൾ പിണറായി വിജയന്റെ സഖ്യകക്ഷികളും അടുത്തിരിക്കുന്ന ആളുകളും പെട്ടെന്ന് കാര്യം നടത്തുമെന്ന് പറഞ്ഞാണ് ഇവരെ തെരഞ്ഞെടുത്തത്. പക്ഷെ ഇവർ തെരഞ്ഞെടുത്തതിന് ശേഷമോ ഇവര് പിണറായി വിജയനോട് ഈ വിഷയം സംസാരിക്കാൻ ഭയം, അയാളെ മുഖത്ത് നോക്കാൻ ഭയം, സെക്രട്ടേറിയറ്റിൽ പോകാൻ ഭയം, ഈ പ്രശ്നം പരിഹരിക്കാൻ ഭയം. വിൻസെന്റ് MLA ഒരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടല്ലോ, വെള്ളായണിക്കായൽ പരിസരത്ത് കിടന്ന ആളുകളുടെ ആ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് എന്ത് തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ തീരുമാനമൊന്നും ആയില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ 6 കോടി രൂപ അനുവദിച്ചു. 6 കോടി. ഇപ്പൊ 6 കോടി രൂപ 65.5 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. തുക മാറ്റിവെക്കുകയും ചെയ്തു. 2 വർഷം കഴിഞ്ഞു, ഇതുവരെ കൊടുത്തില്ല. ഞാൻ ചില നിവേദനങ്ങളുമായി ഈ ഇവിടെയൊക്കെ കളക്ടറേറ്റിലും അവിടെയും സെക്രട്ടേറിയറ്റിലും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ അപേക്ഷ കൊടുത്തിട്ടും ഇതിന്റെ പരാതി പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടും നടപടിയില്ല. എസ്ഡിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമോ? ഇടപെടണം. എന്താണ് ഇടപെടണം? വേറെ ഒന്നും ചെയ്യണ്ട. ആദ്യമായി ഇപ്പോൾ ഒരു പത്രസമ്മേളനം SJD കേരള ഘടകമെന്നോ അല്ലെങ്കിൽ ജില്ലാ ഘടകമെന്നോ പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്താൻ, ഒരു പത്രസമ്മേളനം നടത്താൻ കഴിയുമെങ്കിൽ 604 കുടുംബങ്ങൾ ഉൾപ്പെടുന്ന ഈ ദുരന്ത കാര്യത്തിൽ നമ്മളിപ്പോ ഒന്നും ചെയ്യണ്ട. നമ്മൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങി വരുന്നു. ആ വിഷയത്തിൽ ഇതാ നമ്മൾ ചീഫ് സെക്രട്ടറിയെ കാണുന്നു, കളക്ടറെ കാണുന്നു, RDOയെ കാണുന്നു. ഇവരുടെയൊക്കെ മേശയ്ക്കകത്താണ് സംഭവം ഇരിപ്പത്. അപ്പൊ ആ വിഷയത്തിൽ ശക്തമായ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ അതിലൊരു ഇടപെടൽ വേണം. ഒരു പത്രസമ്മേളനം നടത്തണം. SJD അതിലേക്ക് വന്നു. SJD വിഷയം ഈ അടുത്ത ഏത് മന്ത്രിസഭ വന്നിരുന്നാലും ആദ്യം പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയം ഇതാണെന്ന് അവർക്ക് തോന്നുന്നു. ആ തരത്തിലായിരിക്കണം ഇടപെടൽ. അപ്പൊ അങ്ങനെയുള്ള ചില സംഭവങ്ങളുമായി പ്രാദേശികമായോ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുകയും ബാക്കിയുള്ള നടപടിക്രമങ്ങളും പരിപാടികളും ഒക്കെ നിശ്ചയിച്ച് വളരെ വിശദമായ കാര്യങ്ങളോടുകൂടി മുന്നോട്ട് പോയാൽ ഈ സംഘടന SJD എന്ന് പറയുന്നത് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഘടനയായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാനൊരു സൗദി വർക്കറാണ്. ഇപ്പോൾ 20 കൊല്ലം കൊണ്ട് സൗദിയിലാണ്. അപ്പം ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സജീഷ് സാറിൻ്റെ വിളിക്കുകയും ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ചേട്ടനും കൂടെയാണ്. എൻ്റെ ചേട്ടൻ സജീവ പ്രവർത്തകരാണ്, രാധാകൃഷ്ണൻ. വർഷങ്ങളായി 50 വർഷമായി ഇതിൻ്റെ കൂടെ. പിന്നെ ഈ സംഘടനയിൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാവണം. എന്ത് ഉണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഒരു വാട്സാപ്പിൽ കൂടി അതിൻ്റെതായ ഒരു വിവരങ്ങൾ നമ്മളെ അറിയിക്കണം. ആ സംഘടനാപരമായിട്ടുള്ള ഏത് കാര്യങ്ങളും ഒരു വാട്സാപ്പ് കൂട്ടായ്മയിൽ കൂടി എല്ലാവരെയും കൃത്യമായിട്ടും അത് ഓർമ്മപ്പെടുത്തണം. ഇന്ന
ദിവസങ്ങളിൽ ഇന്ന കാര്യങ്ങൾ നടത്തുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ മുൻപ് പന്തിയെടുത്ത് നടത്തി മുന്നോട്ട് പോകണം. രണ്ടാമത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മുടേതായ ഒരു സംഘടനയുടെ വിവരങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളിൽ എത്താനും അതിൻ്റെ ഒരു സംവിധാനങ്ങളും നമ്മുടെ ഈ സംഘടനയിൽ കൂടെ ഉണ്ടാവണം. ജില്ലയുടെ തിരുവനന്തപുരം ജില്ലയുടെ ആരാധനായ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ശ്രീ പുഷ്പകുമാർ അവരുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമ്മളെ സമയം എല്ലാം 4 മണിയായി. നിങ്ങളെല്ലാം നല്ല നല്ല പ്രസംഗങ്ങൾ കേട്ടു. എൻ്റെ ദൗത്യം കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഞാൻ നിർവഹിക്കുകയാണ്. ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകാത്ത പ്രശ്നം SJD ട്രിവാൻഡ്രം DC ഏറ്റെടുക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് പ്രസ് മീറ്റ് ഏകദിന ഉപവാസം മണ്ഡലം പ്രസിഡന്റ് വെള്ളാർ സുരേന്ദ്രൻ കായൽ തീരത്ത് ഫണ്ട് കളക്ഷൻ നടത്താൻ തീരുമാനിച്ചു.